62 വർഷമായിട്ട് ഈ പ്രോബ്ലം പരിഹരിക്കപ്പെടാത്തത് എന്ത്? ചിന്തിക്കുന്നവർക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇടതും വലതും മാറി മാറി ഭരിച്ചു. 62 വർഷമായിട്ട് മാറി മാറി ഇവർ ഭരിക്കുന്നുണ്ട്. ഇവർ ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല. അതിൻ്റെ കാരണം പകൽ പോലെ വ്യക്തമാണ്. അത് ഞാൻ പറഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഏതായാലും കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ പോയി. ഇനി എന്ത്? അതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള വിഷയം. ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ്. അപ്പം അദ്ദേഹം ഞാൻ ഇപ്പോൾ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന കേസിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കേരള സർക്കാർ സത്യവാങ്മൂലം കൊടുക്കുന്നുണ്ട്. ഇതേവരെ കൊടുത്തിട്ടില്ല, കൊടുക്കുന്നുണ്ട്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, കേരളത്തിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ വേണം, അത് എഴുതി കൊടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെയൊക്കെ കേരള ഗവൺമെൻറ് ചെയ്താൽ ഒരു റിസൾട്ട് വരും. കാരണം സുപ്രീം കോടതി ഒരു കാര്യം മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ ഒക്ടോബർ 13 സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ഇതാണ്: ഈ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാടിനോടും സെൻട്രൽ ഗവൺമെൻറ്റിനോടും കേരളത്തോടും, അവരൊക്കെയാണ് എതിർകക്ഷികൾ. സെൻട്രൽ വാട്ടർ കമ്മീഷനൊക്കെയാണ് എതിർ കക്ഷികൾ. അവരോട് പറഞ്ഞാൽ ഡാം 130 വർഷം പഴക്കമായില്ലേ, ഇനി എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത്? പൊളിച്ചിട്ട് വേറെ ഒന്ന് പണിയോ അല്ലെങ്കിൽ എന്താണ് ആൾട്ടർനേറ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റണത് അത് ചെയ്യ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി എന്നല്ല, ഒരു കോമൺ മാനിൻ്റെ പെർസെപ്ഷനിൽ നോക്കിയാൽ തന്നെ എന്താണ് പഴയതൊരെണ്ണം മാറ്റി പുതിയതാക്കി കൂടെ എന്ന് ആരും ചോദിക്കില്ലേ? അതിന് വലിയ സയൻറ്റിഫിക് നോളജ് വേണോ, ചർച്ച വേണോ? ഇവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളും അപ്രസക്തമാണ്, അപ്രധാനമാണ്. കാരണം 130 വർഷം പഴക്കമുള്ള ഡാം പൊളിച്ചു കളയണമെന്ന് പറയണതാണ് നീതിയും ന്യായവും അതും എല്ലാം. അതിനുശേഷമാണ് തമിഴ്നാടിൻ്റെ വെള്ളം വരുന്ന കാര്യമുള്ളൂ. വെള്ളം എടുക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അത് തമിഴ്നാട് പറയട്ടെ, നമ്മളെന്തിനാണ് അത് പറയാൻ? അവർക്ക് ഇന്ന രീതിയിൽ വെള്ളം വേണം എന്ന് തിരുവനന്തപുരത്ത് ഒന്ന് പറയണ്ടേ? എന്നിട്ട് അത് വയബിളാണെന്ന് നമ്മൾ നോക്കി യേസ് പറഞ്ഞാൽ പോരെ? നമ്മളെന്തിനാണ് തമിഴ്നാട്ടിൻ്റെ വെള്ളത്തെക്കുറിച്ച് ആകുലപ്പെടുന്നത്? ഈ മനുഷ്യജീവൻ, ഇവിടെ കേരളത്തിൽ 4 കോടി ജനങ്ങളുണ്ട്. ഈ 4 കോടി ജനങ്ങളുടെ ജീവനാണോ തമിഴ്നാട്ടിലെ വെള്ളമാണോ, ഏതാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്? ഞാൻ സാധാരണ ഞാനിപ്പോൾ ഈ ചാനലിൻ്റെ വ്യൂവേഴ്സിനോടാണ് ചോദിക്കണേ, നിങ്ങൾ ഏതിന് മുൻതൂക്കം കൊടുക്കും? തമിഴ്നാട്ടിലെ വെള്ളത്തിനാണോ കൊടുക്കുന്നത്? 4 കോടി ജനങ്ങളുടെ ജീവനാണോ മുൻതൂക്കം കൊടുക്കുന്നത്?